ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. സാംസങ്ങിൻ്റെ ഗാലക്സി M12 എന്ന ഡിവൈസ് 2 ദിവസം മുന്നേ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തു. അത്യാവശ്യം ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ വരുന്ന സാംസങ്ങിൻ്റെ ഒരു കുഴപ്പമില്ലാത്ത ഡിവൈസാണ് ഗാലക്സി M12. അപ്പോൾ ഈ ഒരു ഡിവൈസിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം ഗാലക്സി M12 എന്ന ഡിവൈസിൻ്റെ ഡിസ്പ്ലേ നോക്കുമ്പോൾ നമുക്ക് 6.5 ഇഞ്ചാണ് ഡിസ്പ്ലേ സൈസ്. HD+ LCD ഡിസ്പ്ലേ ആണ് ഈ ഒരു ഡിവൈസിൽ നമുക്ക് ലഭിക്കുന്നത്. നമുക്ക് HD+ റെസൊല്യൂഷനാണ് വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ച് ആകുമ്പോൾ വലിയ കുഴപ്പമില്ല. പക്ഷേ ഈ ഒരു പ്രൈസിലും നമുക്ക് ഫുൾ HD+ ഡിസ്പ്ലേ ഉള്ള സ്മാർട്ട് ഫോണുകളൊക്കെ അവൈലബിൾ ആണ്. 90 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതൊരു പ്ലസ് പോയിന്റ് തന്നെയാണ്. 720x1600 പിക്സൽസ് ആണ് സ്ക്രീൻ റെസൊല്യൂഷൻ. 270 പിക്സൽ പെർ ഇഞ്ച് ഡെൻസിറ്റിയും വരുന്നുണ്ട്. ഈ ഒരു ഡിവൈസിൽ നമുക്കൊരു വാട്ടർ ഡ്രോപ്പ് നോച്ച് വരുന്നുണ്ട്. സാംസങ്ങിൻ്റെ ഇൻഫിനിറ്റി V ഡിസ്പ്ലേ ആണ് ഈ ഒരു ഡിവൈസിൽ നമുക്ക് ലഭിക്കുന്നത്. ഏകദേശം 81.9% ആണ് സ്ക്രീൻ ടു ബോഡി റേഷ്യോ വരുന്നത്. 20:9 എന്ന ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഒരു ഡിവൈസ് വരുന്നത്. 221 grams ആണ് ഈ ഒരു ഡിവൈസിൻ്റെ ഓവറാൾ ബോഡി വെയ്റ്റ്. അത്യാവശ്യം ആവറേജ് വെയ്റ്റുള്ള ഒരു ഡിവൈസ് തന്നെയാണ് ഗാലക്സി M12. ബിൽഡ് ക്വാളിറ്റി നോക്കുമ്പോൾ പ്ലാസ്റ്റിക് ബാക്ക് ബോഡിയാണ് ഈ ഒരു ഡിവൈസിന് വരുന്നത്. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ഫ്രെയിമുമാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിൽ ഗോറില്ല ഗ്ലാസ് 3D പ്രൊട്ടക്ഷൻ ഗാലക്സി M12 വരുന്നുണ്ട്. ഇനി നമ്മൾ ഇൻറ്റേർണൽ പെർഫോമൻസിലേക്ക് വരുന്ന സമയത്ത് സാംസങ്ങിൻ്റെ Exynos 850 ആണ് ഈ ഒരു ഡിവൈസിൽ വരുന്ന പ്രോസസ്സർ. 8nm പ്രോസസ്സറാണ് ഈ ഒരു ഡിവൈസിന് കൊടുത്തിരിക്കുന്നത്. 5G സപ്പോർട്ട് അവൈലബിൾ അല്ല. 4G കണക്ടിവിറ്റിയാണ് ഈ ഒരു ഡിവൈസിന് വരുന്നത്. Android 11 ബേസ് ചെയ്തിട്ടുള്ള One UI 3.1 ആണ് ഈ ഒരു ഡിവൈസിൽ വരുന്ന യൂസർ ഇൻ്റർഫേസ്. ഇന്ത്യയിൽ ഗാലക്സി M12 രണ്ട് വേരിയൻസിലാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ബേസ് വേരിയൻറ്റ് 4GB റാമും 64GB സ്റ്റോറേജുമാണ്. അതുപോലെ തന്നെ ടോപ്പ് വേരിയൻറ്റ് 6GB റാമും 128GB സ്റ്റോറേജുമാണ്. ഈ ഒരു ഡിവൈസിൽ നമുക്ക് ഡെഡിക്കേറ്റഡ് SD കാർഡ് സ്ലോട്ട് വരുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഇൻറ്റേർണൽ സ്റ്റോറേജ് 256GB വരെ എക്സ്പാൻഡ് ചെയ്യാനും സാധിക്കും. ഇനി ക്യാമറയെക്കുറിച്ച് നോക്കുമ്പോൾ ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് റിയർ സൈഡിൽ വരുന്നത്. ഒരു സ്ക്വയർ ക്യാമറ മോഡ്യൂളാണ് കൊടുത്തിരിക്കുന്നത്. പ്രൈമറി സെൻസർ 48 MP ആണ്. f2.0 ആണ് അപ്പർച്ചർ. പിന്നെ നമുക്കൊരു 5 MP അൾട്രാ വൈഡ് ലെൻസ് വരുന്നുണ്ട്. 2 MP മാക്രോ, 2 MP ഡെപ്ത് സെൻസർ. ഇങ്ങനെ ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിൽ നമുക്ക് 8 MP സെൽഫി ക്യാമറ, f2.2 ആണ് അപ്പർച്ചർ വരുന്നത്. വാട്ടർ ഡ്രോപ്പ് നോച്ചിൻ്റെ അകത്താണ് സെൽഫി ക്യാമറ വരുന്നത്. ഇനി ഒരു ഡിവൈസിൻ്റെ ബാറ്ററി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 6000 mAh ബാറ്ററിയാണ് വരുന്നത്. അത്യാവശ്യം മികച്ച ബാറ്ററി കപ്പാസിറ്റിയോട് കൂടിയുള്ള ഒരു ഡിവൈസാണ് ഗാലക്സി M12. ഒപ്പം 15 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. USB Type-C പോർട്ടാണ് വരുന്നത്. പിന്നെ ഈ ഒരു ഡിവൈസിൽ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. 3.5mm ഓഡിയോ ജാക്കും ഈ ഒരു ഡിവൈസിൽ അവൈലബിൾ ആണ്. വൈറ്റ്, ബ്ലൂ, ബ്ലാക്ക് എന്നിങ്ങനെ 3 കളർ വേരിയൻസിലാണ് ഈ ഒരു ഡിവൈസ് വരുന്നത്. അപ്പോൾ ഗൈസ്, ഇതൊക്കെയാണ് ഗാലക്സി M12 എന്ന ഡിവൈസിൻ്റെ സ്പെസിഫിക്കേഷൻസ്. ഇനി പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4GB 64GB വേരിയൻറ്റ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഏകദേശം 10,999 രൂപയ്ക്കും. അതുപോലെ തന്നെ ടോപ്പ് വേരിയൻറ്റ് 6GB 120GB സ്റ്റോറേജ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് 13,499 രൂപയ്ക്കുമാണ്. 2 ദിവസം മുന്നേ ആണ് ഈ ഒരു ഡിവൈസ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തത്. ഫസ്റ്റ് സെയിൽ നടക്കുന്നത് ഈ വരുന്ന മാർച്ച് 18-ാം തീയതിയാണ്. അപ്പോൾ ഗൈസ്, ഇതൊക്കെയാണ് ഗാലക്സി M12ൻ്റെ ഫീച്ചേഴ്സ് ആൻഡ് പ്രൈസ്. ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യുക. പറ്റുകയാണെന്നുണ്ടെങ്കിൽ ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കാം. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.